2026 തന്നെ ഒരുപാട് കോസ്മെറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാവരും ചെയ്യാറുണ്ട്. ഇപ്പോൾ PRP, GFC, അതുപോലെ തന്നെ ഗ്ലൂട്ടത്തിയോൺ, കുറേ ട്രീറ്റ്മെൻറ്റ്, ഹൈഡ്രാ ഫേഷ്യൽ പോലുള്ള പല പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരേ ഒരു വിഷയത്തെക്കുറിച്ചാണ്, PRP. ഇപ്പോഴും PRP ചെയ്യുന്ന ആളുകളുണ്ട്. അത് എത്രത്തോളം വർത്താണ്, അത് ഇപ്പോഴും ഹൈ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണോ? നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് ഡോക്ടർ അനുഗ്ര, കേരളാസ് ഫസ്റ്റ് ജെനിറ്റൽ എസ്തെറ്റിക് ആൻഡ് ആൻറ്റി ഏജിങ് ഫിസിഷ്യൻ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് PRPയെ കുറിച്ചാണ്. മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് PRP ചെയ്യുന്നത് നല്ലതാണ് എന്നതിനെക്കുറിച്ചൊക്കെ. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നിലവാരം? താഴ്ന്നിട്ടുണ്ടോ അതോ ഉയർന്നിട്ടുണ്ടോ? 2026 എന്ന് പറയുന്നത് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ബൂമാണ്, സ്പെഷ്യലി റീജനറേറ്റീവ് മെഡിസിൻ. അതിനകത്ത് PRP ഇസ് ഓൾഡ് സ്കൂൾ. അതുപോലെ തന്നെയാണ് GFCയും. യെസ്, അത് ഉള്ളി തിങ്സ് നമ്മളുടെ ഓൺ ബ്ലഡ് എടുക്കുക, അത് സെൻട്രിഫ്യൂജ് ചെയ്ത് പ്ലാസ്മ ഐസൊലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സെൻട്രിഫ്യൂജ് ചെയ്യുന്നതിൽ ഒരു പെർട്ടിക്കുലർ രീതി, ഇത്ര റൊട്ടേഷൻസ് പെർ മിനിറ്റ്, അതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് വാക്യൂറ്റൈനേഴ്സ് ആൻഡ് അത് സെൻട്രിഫ്യൂജ് ചെയ്യാനായിട്ട് മാത്രമുള്ള മെഷീൻസ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് തുടങ്ങുകയാണ്. ആൻഡ് ജസ്റ്റ് നമ്മുടെ ഈ ഡയബറ്റിക് ഒക്കെ ഇത് നോക്കുന്നതൊക്കെ ലാബ് ഉണ്ടല്ലോ, ജസ്റ്റ് ലാബ് കൗണ്ടർ, അവിടെയൊക്കെ വെക്കുന്ന സെൻട്രിഫ്യൂജാണ് ഞാൻ ഒന്ന് രണ്ടിടത്ത് വീഡിയോസിലാണെങ്കിലും കണ്ടത്. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് അതിന് വലിയൊരു എഫിക്കസി ഇല്ലാന്ന് പോകുന്നത്, ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, ഈ ഓൾഡ് സ്കൂൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ വലിയ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻസ് ഇപ്പം വരുന്നുണ്ട്. അതാ യെസ്, ഒരു 6 to 7 സെഷൻ ഓഫ് PRP എടുത്തു ഒരു 2 weeks ഗ്യാപ്പിൽ എന്ന്. വാട്ട് ഫോർ? ആക്ച്വലി ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച്, അതെ, പ്ലാസ്മയിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ദേ ആർ സപ്പോസ് ടു വർക്ക് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് USFDA അപ്രൂവ്ഡ് ഓൾസോ. യെസ്, അപ്പോൾ എക്സോസോംസ് പോലെയുള്ള ഒരുപാട് റീജനറേറ്റീവ് ടെക്നിക്സ് ഉണ്ട്. ദേ ആർ ലൈക്ക് ടൈനി മെസ്സഞ്ചേഴ്സ്. അവർ എവിടെയാണോ വെച്ച് കൊടുക്കുന്നത് ആ വെസൈക്കിൾസിൽ ഇരുന്ന് അവർ വർക്ക് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉള്ള കാലമാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് PRPക്ക് പകരം വന്ന ട്രീറ്റ്മെന്റിന്റെ പേരെന്തായിരുന്നു? എക്സോസോംസ്. അല്ലേ? ഓക്കെ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ സെൽ മെസ്സഞ്ചേഴ്സ് ആണ്. വേർ എവർ ദേ ആർ കെപ്റ്റ്, അവർ ജോലി ചെയ്യേണ്ടത് ജോലി ചെയ്യുന്നു. അപ്പോൾ നറിഷിങ് ദ ഫോളിക്കിൾസ്, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് എൻഹാൻസിങ് ദ ക്വാളിറ്റി ഓഫ് ഫോളിക്കിൾസ്, ഇത്രയാണ് മെസ്സഞ്ചേഴ്സ്. അപ്പോൾ എവിടെ നിന്നാണ്? നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെയാണോ എടുക്കുന്നത്? ഇല്ല, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ് ബേസ്ഡ് ഉണ്ട്, ആനിമൽ ബേസ്ഡ് ഉണ്ട് ആൻഡ് ഹ്യൂമൻ ബേസ്ഡ് ഉണ്ട്. ഓൾ ദോസ് ആർ ലൈക്ക് റെഡിമെയ്ഡ് വൺസ്. ഇതെങ്ങനെയാണ്? കോസ്റ്റ്ലി ആണോ അതോ PRP GFCനെക്കാട്ടി കുറച്ചും കൂടെ ഹയർ സൈഡ് പോകും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത്? എത്ര ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും? സെയിം റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യം. എൻ്റെ തലയിൽ 2 മുടിയേ ഉള്ളെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടാൻ ഉള്ള സമയമായിരിക്കില്ല എനിക്കൊരു ചെറിയ ഹെയർ ഷെഡിങ് ഉള്ളപ്പോൾ, അല്ലേ? സോ അത് ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ ഫേസും ഡിഫറെൻ്റ് ആണെങ്കിൽ ഓരോരുത്തരുടെയും തലയും ഡിഫറെൻ്റ് ആണ്, അതിനകത്തുള്ള ഹെയറിൻ്റെ കൺസേണും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു PRPക്ക് പകരം ഇപ്പോൾ വന്നിരിക്കുന്നത് 2026-ലാണോ? ഇതിപ്പോൾ എത്ര നാളായി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്തു തുടങ്ങിയിട്ട്? കേരളത്തിൽ അവൈലബിൾ ആണോ? ഞാനിപ്പോൾ അത് ചെയ്തു തുടങ്ങിയിട്ടൊരു 2-3 years ആവുന്നുണ്ട്. ആൻഡ് റിസൾട്ട്സ് ആർ റിയലി ഗുഡ്. ഓൺലി തിങ് ഇസ് എല്ലാ കേസസിനും നമുക്ക് ഈ PRP GFC അതല്ലെങ്കിൽ എക്സോസോംസ് കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടുന്ന കേസസിന് ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ട്രാൻസ്പ്ലാന്റേഷൻ ലാസ്റ്റ് റിസോർട്ടാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചേക്കുന്ന മുടിയെല്ലാം അതേപോലെ ഇരിക്കുന്നതല്ല. അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ആൻഡ് ആ മുടിക്കും കെയർ വേണം, മെയിൻ്റനൻസ് വേണം, എല്ലാം വേണം. പ്രോബബ്ലി നമുക്കുള്ള നാച്ചുറൽ ഹെയറിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതലായിട്ട് വേണമെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു ഹെയർ ലോസ് അല്ലെങ്കിൽ ഹെയർ തിന്നിങ് കാണുമ്പോൾ ആദ്യം അത് ഇവാലുവേറ്റ് ചെയ്യുക. അത് ഇവാലുവേറ്റ് ചെയ്ത് എന്താണെന്നുള്ളത് നോക്കി കോസ് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ജനറലി കാണുന്നതെന്ന് പറയുന്നത് ഹെയർ ലോസ് എന്ന് പറയുമ്പോൾ PRP എന്ന് പറഞ്ഞ് ഞാൻ 1-2 ക്ലിനിക് റെഫറൽസും കണ്ടായിരുന്നു. ആക്ച്വലി അവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണോ അല്ലേ എന്നുള്ളത് പോലും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ ഇപ്പോൾ ഇത് വീഡിയോയിൽ പറയാനുള്ള റീസൺ. അപ്പം ഞാൻ ഒരിക്കലും
ഫസ്റ്റ് വിസിറ്റ് അല്ലെങ്കിൽ വിത്തൗട്ട് എനി ഇവാലുവേഷൻ ഒരു പ്രൊസീജിയറിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൺവേർട്ട് ചെയ്യില്ല. ഒൺലി ഇഫ് ദർ ഇസ് എ നീഡ്. അപ്പം ഞാൻ പേഷ്യൻറ്റിനോട് പറയുന്നത് ഡു നോട്ട് ഇഗ്നോർ യുവർ ഹെയർ ഫോൾ. 1. 2, നമ്മൾ കാണുന്നിടത്തെല്ലാം നമ്മുടെ മുടി കിടക്കുവാണ്. അപ്പോൾ അത് ഹാപ്പൻസ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥമില്ല. നമ്മൾ ഇരിക്കുന്നിടത്ത്, നമ്മുടെ വർക്ക് ഡെസ്കിൽ, നമ്മുടെ വാഷ്റൂംസിൽ, ബെഡിൽ, ക്ലോത്ത്സിൽ, യു ഷുഡ് നോട്ട് ഇഗ്നോർ ദാറ്റ് ഹെയർ ഫോൾ. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഹെയർ ഫോൾ വരുന്നതെന്നുള്ള അറിയണ്ടേ? ആദ്യം അതിന്റെ കോസ് കണ്ടുപിടിക്കണം. ഓക്കെ. അതെ. അപ്പോൾ അതിന് എന്തായാലും നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് വേണം. ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, എനിക്ക് കൂടുതലും ഈ UPSC ആസ്പിറൻസ് കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർ വരുന്നൊരു കവറിൽ ഈ മുടിയെല്ലാം കൂടി ഇട്ട് ഒരു ഉണ്ട മുടിയായിട്ടാണ്, ഡോക്ടറെ കഴിഞ്ഞ മാസം എനിക്ക് പോയ മുടിയല്ല ഈ കവറിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാനിക് ആവേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഒരു 10 to 70 ഹെയർ ഫോൾ ചെയ്യുന്നത് നാച്ചുറൽ ആൻഡ് നോർമൽ പെർ ഡേ. അപ്പോൾ അങ്ങനെയുള്ളവർ, അതായത് ഇപ്പോൾ ഒരു 16 അല്ലെങ്കിൽ ഒരു 10 ആ ഒരു രീതിയിലൊക്കെ മുടി പോകുന്നത് പ്രശ്നമില്ല. അപ്പോൾ ഈ ബാൾഡ്നെസ് ഉള്ളവർക്കാണോ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ ഹെയറും ഷെഡ് ചെയ്തേ തീരൂ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹെയർ സൈക്കിൾ. അതായത് ഒരു മുട്ടയായിട്ടുള്ളൊരു തല, അവിടെ നിന്നൊരു കുഞ്ഞു മുടി വരുന്നു, അത് പിന്നെ ലഷ്യസ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു, ആ ഗ്രോത്ത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നു, അതിന്ന് വേരൊന്ന് ലൂസാവുന്നു, വീണ്ടും മുട്ടയാവുന്നു. അപ്പോൾ ആ മുട്ടയാവുന്നതിലല്ല, അവിടെ നിന്ന് ഹെയർ റീഗ്രോത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടുന്നത്. അത് വരാത്ത പക്ഷമാണ് നമുക്ക് തിന്നിങ്, ബോൾഡിങ്, അല്ലെങ്കിൽ നടുക്ക് നിന്ന് ആ പാർട്ടീഷൻ എടുക്കുമ്പോൾ അതിങ്ങനെ വൈഡൻ ആവുന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളും വരാറുണ്ട്. അത് വരുന്നത്. അപ്പോൾ ഈ വരുന്നത് എല്ലാം നമുക്ക് ഈ ഒരു എസോസോം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിലൂടെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഫസ്റ്റ് ഇവാലുവേറ്റ്, ഫൈൻഡ് ദ കോസ്. ഓക്കെ, ഫൈൻഡ് ദ കോസ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ PRP അല്ല, PRPക്ക് പകരമായിട്ട് ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചായിരുന്നു നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ അനുഗ്ര നമ്മളോടൊപ്പം പങ്കുവച്ചു. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ.